ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കൃഷി ബയോ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് ചോദിച്ചാൽ ഇന്നൊരു വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ ഞങ്ങൾ അമ്മൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി പോയിട്ട് മറ്റന്നാൾ വരികയുള്ളൂ. അപ്പോൾ ഇനി അവിടുത്തെ ഫുള്ളും ഓരോ വിശേഷമായിരിക്കും. ഇന്നത്തെ വീഡിയോൻ്റെ കുറച്ച് ഭാഗം കാണിക്കും, എന്നിട്ട് അതിൻ്റെ കുറച്ച് ഭാഗം പാർട്ട് 2 ആയിട്ട് ഞാൻ കാണിക്കാം. എന്താ വെച്ചാൽ വെജിക്കിന് കുറച്ച് പ്രശ്നമുണ്ട്, അപ്പോൾ അതാണ് ഞാൻ നോക്കാം. ഇതൊരു ഡേ ഫുള്ളും എടുക്കാൻ നോക്കാം. അപ്പോൾ അമ്മമ്മൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല. ഇനി കുളിച്ച് ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. ഇനി എനിക്ക് തിരിച്ച് വരാനുള്ള ഡ്രസ്സ് എടുക്കണം, പോകാനുള്ള ഡ്രസ്സ് എടുക്കണം. മീൻസ് കടയിലില്ല, ഞങ്ങളുടെ വീട്ടിൽ പണി നടക്കുകയാണ്. അപ്പോൾ ചെറിയ ശബ്ദമൊക്കെ ഉണ്ട് തോന്നുന്നു. വീട്ടിൽ പണി നടക്കുന്നതുകൊണ്ട് അവിടെ കുളിക്കാനൊന്നും പറ്റില്ല. എന്തൊക്കെയോ പണികളാണ്, സിമെൻറ്റൊക്കെ തേക്കുന്ന പണികളും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ ഇനി കുളിക്കാൻ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ബാഗിലൊക്കെ ആക്കി ഇനി തിരിച്ചു വരാനുള്ളൊരു ഡ്രസ്സും ഇപ്പോൾ പോകാനുള്ള ഡ്രസ്സൊക്കെ ഞാൻ എടുത്ത് വെച്ചു. തിരിച്ച് വരുമ്പോൾ എന്തിടും ഞാൻ ആലോചിക്കണം. അപ്പോൾ അതിനുള്ള ഡ്രസ്സൊക്കെ ഞാൻ പ്രിപ്പയർ ആക്കി വെക്കണം. ബാഗൊക്കെ പാക്ക് ചെയ്തൊക്കെ ചെയ്തു. ഇനി പോയി ഒന്ന് കുളിക്കണം. കുളിച്ചിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് പോകണം. ഇപ്പം എന്തായാലും കുളിക്കാൻ പറ്റില്ല, എന്തായാലും ഇനിയൊരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. ഫുഡ് അപ്പോൾ ഞാൻ ഇന്നത്തെ സ്പെഷ്യൽ വെച്ചാൽ നെയ്ച്ചോറും ചെമ്മീൻ റോസ്റ്റും ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ചെമ്മീൻ റോസ്റ്റിൻ്റെ ചെമ്മീൻ റോസ്റ്റ്. നെക്സ്റ്റ് വൺ നെയ്ച്ചോറ്. നെയ്ച്ചോറ് ഇട്ടിട്ടേ ഉള്ളൂ അരി, അപ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതും സെറ്റ്. ഇനി നമുക്ക് പോയിട്ട് എന്തെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഞാൻ നിൽക്കണമെന്ന് ചോദിച്ചാൽ എൻ്റെ ഈ സ്റ്റോർ റൂം എന്നൊക്കെ പറയും, ഈ റൂമിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കുളിക്കാൻ വേണ്ടി എല്ലാവരും പറഞ്ഞു. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തെങ്കിലും ചെയ്യാം. ഞാൻ പാക്ക് ചെയ്ത് വന്നിട്ട് അത് കാണിച്ചു. ഇതൊക്കെ ഞാനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിലും കാണിച്ചു തരാം. ഞാൻ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ക്യാമറ വെക്കാതെ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഇത് നിങ്ങൾ വിചാരിക്കുന്ന ഇവിടെ എഴുത്തുന്നതൊക്കെ എൻ്റെ മദർസത്തെ ബാഗായി എടുത്തിരിക്കണം. നമുക്ക് വേറെ ബാഗില്ല. ഇതിലാണെങ്കിൽ ഡ്രസ്സും ഒക്കെ നമുക്ക് വെക്കാൻ പറ്റും. ഞാൻ കാണിച്ചു ബാഗ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബാഗ്. ഇതൊക്കെ ഞാൻ വെച്ചാൽ ഈ ഒരു സിബ് വെച്ചാൽ ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബുക്കാണ്. ഒരു നോട്ട്ബുക്ക് ഉണ്ട്, ബോർഡ് വെച്ചിരിക്കുമ്പോൾ ഒരു ഡ്രോയിങ് ബുക്ക് ഉണ്ട്. ചിത്രം കാണിച്ചു തരാം. ഇതൊക്കെ പലതിനായിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ഓക്കെ. നമുക്ക് അത്രേ വരച്ചിട്ടുള്ളൂ. പിന്നെ വന്നിട്ട് ഒരു ക്രയോൺ ഉണ്ട്. കളർ അടിക്കാൻ തോന്നുമ്പോൾ കളർ അടിക്കണം. പിന്നെ ബോക്സ്, അതിൽ എന്തൊക്കെയുണ്ടെന്നൊക്കെ ചോദിച്ചാൽ ഇഷ്ടത്തിനുണ്ട്. ഡ്രോയിങ് പെൻസിൽ, പെയിൻസ്, കളർ, റബ്ബർ കട്ടർ എന്നൊക്കെ പോലെ ഒക്കെ ഉണ്ട്. ഈ സിബിൽ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് സിബ് എന്നൊക്കെ ചോദിച്ചാൽ ക്ലോസ് ചെയ്യാം. ഈ ഒരു സിബ് ഇതിൽ നിന്ന് പറയുമ്പോൾ എൻ്റെ മേക്കപ്പ് അത് ഒരു ക്ലിബുണ്ട്. രാത്രി കട വാങ്ങുമ്പോഴും നമുക്ക് ഉച്ചക്ക് നമ്മൾ രാവിലെ മുഖമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുഖരുമാരി ഉണ്ടാക്കും. അപ്പോൾ അതിനുള്ളൊരു ക്രീം, മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പോൾ നിറയെ സാധനങ്ങളുണ്ട്. ഒന്നും ഇപ്പോൾ കാണിക്കാൻ ടൈമില്ല. ഇങ്ങനെയാണ് എൻ്റെ വലിയ സാധനം വെച്ചിരിക്കുന്നത്. ബാഗ് എന്തെങ്കിലും നിൽക്കണത് മീൻസ് അങ്ങനെന്താ നല്ലൊരു എന്തെങ്കിലും സാധനം ഉണ്ടായിരുന്നു. ബോറടിക്കുമ്പോൾ കളിക്കാനായിട്ടൊരു ലുഡോ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ലുഡോ ബോർഡ് ഉണ്ട് കേട്ടോ. അത്രയും സിബ് ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് ലുഡോൻ്റെ ഒരു സാധനം ശരിയില്ല.
ബൈക്ക് ഉണ്ട്, പിന്നെ അതിൻ്റെ ഇതൊക്കെ ഉണ്ടാവും. ഈ സിമ്പിൾ കാര്യമായിട്ടൊന്നുമില്ല, അതൊക്കെ ഉള്ളൂ. നിങ്ങൾ കണ്ടുണ്ട്. അപ്പോൾ ഈ സിമ്പിൾ കഴിഞ്ഞു. നെക്സ്റ്റ് സിമ്പിൾ എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ടും നിങ്ങൾ കഴിഞ്ഞു ഇതിലും ഡ്രസ്സുണ്ട്, ഇതിൻ്റെ ഡ്രസ്സുണ്ട്. ഇത് തന്നെ ഒരു ജോഡി ഡ്രസ്സുണ്ട്, പിന്നെ ഇതിലും ഒരു ജോഡി ഡ്രസ്സുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരു ഡ്രസ്സും കൂടെ എടുക്കാനുണ്ട്, തിരിച്ച് വരുമ്പോഴുള്ള ഡ്രസ്സ്. അത് ഞാൻ എടുത്തിട്ടില്ല. മറ്റന്നാൾ കഴിഞ്ഞാൽ 2 ഡേയ്സും 2 നൈറ്റും 3 ഡേയ്സും അങ്ങനെയായിരിക്കും നമ്മുടെ ഇത്. അപ്പോൾ ഒരു ബാഗ് സെറ്റ് ഇനി ഞാനും കൂടെ സെറ്റായ ഇനി നമുക്ക് നോക്കാം. ഞാനുണ്ട്, അമ്മയുണ്ട്, എൻ്റെ അണ്ണയുണ്ട്, അക്ക ഉണ്ട്. അത്ത വരുന്നില്ല. അത്തക്ക് ഇവിടെ ജോലിക്ക് പോണതുകൊണ്ട് അത്ത വരില്ല. അപ്പോൾ ഞങ്ങൾ ഇനി കാറിലായിരിക്കും പോകുക. അപ്പോൾ കാറിൽ കയറിയിട്ടും കുളിച്ചിട്ട് ഇനി മുഖമൊക്കെ ഒന്നും ഫേസ് വാഷൊക്കെ ഇട്ടിട്ട് ഇനി പോയി റെഡിയാകണം. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ കാണിച്ചു തരാം. ഇപ്പോഴെല്ലാം കുളിച്ച് കഴിഞ്ഞിട്ടുള്ള ഡ്രസ്സും. അപ്പോൾ ഇനി ചിലപ്പോൾ ഞാൻ പാർട്ട് 2 ഇടാൻ പറ്റിയ, അല്ലെങ്കിൽ ഇതിൽ തന്നെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ. ഞാൻ കുളിച്ച് ഭക്ഷണം കഴിക്കട്ടെ. എന്തായാലും ഇപ്പോൾ വിളിക്കാൻ പറ്റില്ല, കുറച്ച് കഴിഞ്ഞ് വിളിക്കാൻ പറ്റുള്ളൂ. പോയിട്ട് ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ കാണാം. ബൈ ഗൈസ്. അപ്പം ഞാൻ കഴിച്ച് തുടങ്ങി പൈതി ആയപ്പോഴാണ് ഓർമ്മ വന്നത് കഴിക്കാൻ മറന്നു എന്ന് കാണിച്ചു തരാം. നെയ്ച്ചോറുണ്ട്, പിന്നെ നമ്മുടെ ചെമ്മീനുണ്ട്. ചോറ് കൊണ്ടെടുത്ത് ചെമ്മീൻ ഇങ്ങനെ വെച്ചിട്ട് ആക്കിയിട്ട് ഒരു ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ്. നിങ്ങളും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ബൈ. ഞാൻ കുളിച്ച് കഴിഞ്ഞു. ഇപ്പോഴാണ് കുറച്ച് മുഖത്തിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഡെയിലി തേക്കാറില്ല, ഒരാഴ്ചയിലൊക്കെ ഒരു ഞാൻ ഉണ്ടാക്കുന്നൊരു ക്രീമുണ്ട്, ഫേസ് വാഷ്, അതിൻ്റെ ക്രീം നമ്മൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുണ്ടായി തേച്ച് അതിൻ്റെ അതൊക്കെ ഞാൻ പിന്നെ ഇടാം. ഡ്രസ്സ് നോക്കണേ. അപ്പോൾ ഞാനും ഇനി പോയി മുഖമൊക്കെ മേക്കപ്പൊക്കെ ചെയ്തിട്ട് പോകും. ഇപ്പോൾ എന്തായാലും പോകില്ല. ഇപ്പോൾ സമയം 3 മണി 4 മണി ആകാറായി. ഞങ്ങളൊരു 5 മണിക്ക് വന്ന് ഇറങ്ങും. ഒരു 2 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ ഒരു 6-6:30 ആകുമ്പോഴത്തേനും എത്തും. അങ്ങനെ ഞാൻ ഡ്രസ്സ് കാണിച്ചു തരാം. കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഒരു ബനിയൻ പോലത്തെ ഒരു ഇതുണ്ട്. അത് ഞാൻ ചിലപ്പോൾ ഡ്രസ്സ് മാറ്റും, ചിലപ്പോൾ ഞാൻ വേറെ ബനിയൻ നേരിടും. പിന്നെ ഒരു ബാഗ് ഉണ്ട്, കാണുന്നില്ല, ഞാൻ കാണിച്ചു തരാം. ഇപ്പം കാണുന്നില്ലേ? ഒരു ബ്ലാക്ക് കളർ ഒരു ബാഗ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ബനിയൻ ഇട്ടിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഞാനൊക്കെ കഴിഞ്ഞിരിക്കണവർക്ക് കുളിക്കാൻ പോകുന്നേ ഉള്ളൂ. കുളിച്ച ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്, എന്നൊക്കെ അടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ബ്രഷും അങ്ങനത്തെ നമ്മുടെ സ്കിൻ കെയറൊക്കെ ചെയ്യില്ലായിരുന്നു. സ്കിൻ കെയർ ചെയ്യുമ്പോൾ ബ്രഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെറിയൊരു ബാഗിൻ്റെ ഉള്ളിൽ ഇട്ടിരിക്കുകയാണ്. അത് അമ്മൻ്റെ ബാഗിൻ്റെ ഉള്ളിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അല്ല, അമ്മൻ്റെ കവറിൽ ഡ്രസ്സൊക്കെ വെച്ചത് അതിൻ്റെ ഉള്ളിലായിട്ട് താഴെ ചെറിയ ബാഗ് വെച്ചിരിക്കണം. അപ്പോൾ കാണിക്കാൻ പറ്റില്ല. അങ്ങനത്തെ പല്ലേക്കുന്ന ബ്രഷും പിന്നെ കുറച്ച് ബ്രഷസൊക്കെ ഉണ്ട്. നമ്മൾ മുഖത്ത് എന്തൊക്കെ ചെയ്യുന്ന പോലത്തെ ബ്രഷും അതൊക്കെ. ഓക്കെ, ഒന്നും വേറെ പരിപാടിയില്ല. നമുക്ക് ഒരു മേക്കപ്പൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ആയിട്ട് പിന്നെയും വരും. അപ്പോൾ ഇനി നമുക്ക് പോയി മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ കാണാം. ബൈ ഗൈസ്. അപ്പോൾ ഞാൻ ഈ ബനിയൻ മാറ്റിയിട്ട് ഈ ഒരു
ഒരു ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുണ്ട്, ഒരു ബാഗി പാൻറ്റും ഒരു ജസ്റ്റ് ഒരു ക്രോപ്പ് ടോപ്പ് പോലത്തെ ഒരു ടോപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ മുഖത്തിൻ്റെ അലങ്കാരങ്ങൾ, ഈ മുഖമായിരിക്കും നമ്മുടെ മിക്കം. അതിന് മുഖത്തിന് ഞാൻ എന്തൊക്കെ തേക്കണമെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇനി ഞാൻ മുഖത്തിൽ മേക്കപ്പാണ് നമ്മൾ കാണിക്കാൻ പോണത്. കുറച്ചൊന്നും ഇല്ലല്ലോ, ഞാൻ പറഞ്ഞില്ല. ഒരു മോയ്സ്ചറൈസർ ഇടുന്നുണ്ട് ഡാസ്ലറിൻ്റെ. ഇത് എവിടെ നിന്നും മേടിച്ചത് എന്നെക്കൊണ്ട് ചോദിച്ചാൽ എനിക്കറിയില്ല. അമ്മ വന്ന് പെരുന്നാളൊക്കെ മേടിച്ചിട്ട് വന്നതാണ്. അത് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ നോക്കിയിട്ടാ, എന്തായാലും അര തന്നെയല്ലേ. കഴുത്തിലൊക്കെ നമ്മൾ നല്ലോണം ഒന്ന് ആക്കി കൊടുക്കണം. ഓക്കെ, ഇത്രയ്ക്ക് മതി. എന്നിട്ട് നമ്മൾ അടച്ച് വയ്ക്കുക. ഇത് അടച്ച് വയ്ക്കുന്ന കുറച്ച് വേണം. ഇതിലത്തെ ഒരു മൂടിയുണ്ട്. എന്നിട്ട് നമ്മൾ സ്ക്രബ്ബർ എടുത്തിട്ട് ഇനി നമ്മൾ നിങ്ങളും എവിടേക്കെങ്കിലും പോയില്ലേ? നിങ്ങളുടെ അമ്മമ്മേൻ്റെ വീട്ടിലേക്കോ പോയിട്ടുണ്ടല്ലേ? വെക്കേഷൻ ടൈമിലൊക്കെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യാം. പോയിട്ടുള്ളവരൊക്കെ എൻജോയ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഓക്കെ. അപ്പം അതെ, ഞാൻ ഇവിടെ ക്യാമറ വെച്ചുകൊണ്ട് നമ്മളിന്ന് ഈ വാതിലിൻ്റെ അവിടെ കാണുന്നില്ല. അപ്പം മേക്കപ്പ് ഒരു ക്രീം ഇട്ടിട്ടുണ്ട്, മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ബേബി ക്രീം. അത് കുറച്ച് കൂടിക്കഴിഞ്ഞാലേ ആകെക്കൂടെ പ്രശ്നമാകും. ബേബി ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ല, അതിന് മുമ്പ് അതുകൊണ്ട് മറന്നു. എന്താ സൺസ്ക്രീൻ ഹിമാലയൻ്റെ ആണ് കേട്ടോ. അത് കുറച്ച് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുക. തരുന്നില്ല, വരേണ്ടത് ദേഷ്യം വരിക. ഓക്കെ, ഇങ്ങനെയൊക്കെ വരാൻ പറ്റൂ. കുറച്ച് നമുക്ക് അതും കൂടെ അപ്ലൈഡ്. എന്നിട്ട് നമ്മുടെ ബേബി ക്രീം ഞാൻ ഓൾറെഡി കയ്യിലാക്കിയിട്ടുണ്ട്. കുറച്ച് മതി, ഓവർ ഇട്ടാൽ പിന്നെ പുട്ടടിച്ച പോലെ ഉണ്ടാവും. അത് നെക്സ്റ്റ് വൺ നമുക്ക് ഓരോ പാട്ടും പാടിയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് കാണാം. ഓക്കെ, എനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ പൗഡർ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ സാധനങ്ങൾ അത്ര ഗ്ലോന്നിങ് കുറച്ചൊക്കെ നമുക്ക് ഇതൊക്കെ താഴെയാണ്. നമ്മുടെ മെയിൻ സാധനങ്ങളായ ഇടാൻ ലിപ്സ്റ്റിക്ക്, കാജലൊക്കെ പറഞ്ഞ പോലെ. ആദ്യം നമ്മൾ പിരികം വരയ്ക്കണം. എനിക്ക് പിരികം വരയാൻ നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഡാർക്കാക്കി വരയ്ക്കുക. നമ്മൾ ലൈറ്റായിട്ട് വെച്ച് ഇത്രയായി വരയ്ക്കാം. ഗൈസ്, അതെന്താ അമ്മ വിളിച്ച് ചോദിച്ചാൽ മോട്ടറിൽ വെള്ളമില്ല, ഇടാൻ വേണ്ടി പോയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ എഴുതി
സെറ്റ്. എനിക്ക് അങ്ങനെ എഴുതാൻ ഇഷ്ടമല്ല. ഡാർക്ക് എഴുതുമ്പോൾ ഈ കുഞ്ഞു കുട്ടികൾക്ക് എഴുതണം, അത് ഇഷ്ടമല്ല. നമുക്ക് ലൈറ്റായിട്ടൊക്കെയാണ് പഠിക്കുന്നത്. നെക്സ്റ്റ് വൺ, കണ്ണിൻ്റെ താഴെ എഴുതുന്ന ഒരു ഡ്രാസ്ലിൻ്റെ ഒരു ടച്ച്. എന്തോ ഒരു പ്രശ്നക്കേടുണ്ട്. ഓക്കെ, നമുക്കിത് ഇങ്ങോട്ടിട്ട് കുറച്ച് ഈ വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കും, കുറച്ച് ഇതാണ്. ഇത്ര ദിവസത്തിന് ശേഷം ഞാൻ ഡാർക്ക് ആക്കിയിട്ടില്ല, കുറച്ച് ലൈറ്റ് ആക്കിയിട്ടുള്ളൂ. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ എനിക്ക് കമൻറ്റ് ചെയ്യും. ഞാൻ ലാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ഇരുട്ടിൻ്റെ ഒരു മഴ, പിന്നെ ഒരു അല്ല അതിന് മുമ്പ് ലിപ് ബാം സാധനം, പിന്നെയും ഒരു ഡാസ്ലിൻ്റെ LB03ൻ്റെ ഒരു ലിപ് ബാം. ഡാസ്ലിൻ്റെ ഇത് നമ്മുടെ പിഗ്മെൻറ്റേഷൻ ഒന്നും അങ്ങനെ മാറ്റിത്തരുമെന്നൊക്കെ ചോദിച്ചാൽ കുറച്ചൊക്കെ മാറ്റിത്തരും, പിന്നെ അത്ര കാര്യമൊന്നുമില്ല. പിന്നെ ഒരു സ്റ്റുഡിയോൻ്റെ ലിപ്സ്റ്റിക് ഉണ്ട്, ഇതൊക്കെ ഇങ്ങനെ മൂടിയിലിട്ടിട്ടത് ആകുകയാണ്. അത് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ, കൂടിപ്പോയി കുറച്ച്. ഇനിയും കുറച്ചും കൂടി ഞാൻ ലിപ് ബാം ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഈ ലിപ്സ്റ്റിക്ക് അത്ര ഇഷ്ടമല്ല. അങ്ങനെ ഇതിൽ കളക്ഷൻ അറിയുന്നുണ്ട്. പിന്നെ ഞാനും ഇത് ലൈറ്റായിട്ട് ഇട്ടതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ഡാർക്കാക്കി ഇടുന്നൊരു ലിപ്സ്റ്റിക്ക് ഉണ്ട്, കാണാനില്ല. ദിസ് ചോക്കോ ബ്രൗൺ ഡാസ്ലിൻ്റെ ലിപ്സ്റ്റിക്ക്. ഇനി ഡാസ്ലിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇനി ഇതിട്ടെടുക്കുക. അപ്പോൾ വേറൊരു പരിപാടിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ മതി, എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. ഇനി ഫുള്ളും ഹെയർ കുറച്ച് ടച്ചൊക്കെ ഹെയറിനുമായിട്ടുള്ളൊരു ബണ്ട്. ഇനി ക്ലിബ് ഒരു മിനിറ്റ്. ഓക്കെ, നമ്മൾ തേക്കാൻ പോകുന്നത് തേക്കാനല്ല, നമ്മൾ എന്താ അടുത്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഹെയർ. ഞാൻ പോണിട്ടയിലേ കിട്ടുന്നുള്ളൂ, എനിക്ക് വേറെ എങ്ങനെയും കിട്ടണമെന്നൊന്നും ഇഷ്ടമില്ല. പോണിട്ടയിൽ ഞാൻ കിട്ടും. നല്ല ചിക്കുണ്ട് കേട്ടോ. ചേക്കുന്ന പിന്നിലിട്ടൂടെ? പിന്നിലിടാൻ മുടിയൊന്നും ഇല്ല അതിൽ. പിന്നിലിട്ടാൽ ചെറിയ തുണ്ടി മുടികളൊക്കെ ഇങ്ങനെ വരും, ആ പ്രശ്നം.
പക്ഷേ ഈ ഡ്രസ്സിന് മുന്നേ ഇങ്ങനെ വലിച്ചിടുമ്പോൾ നമുക്ക് ഭംഗി കൂടുതൽ തോന്നുന്നു. പക്ഷേ ഞാൻ പോണിട്ടായി. ഞാൻ അങ്ങനെയല്ല പോണിട്ടേൽ കിട്ടുന്നത്. നമ്മളങ്ങനെ ബാ എടുത്തിട്ട് പോണിട്ടേൽ കിട്ടും. ഒരു വാച്ച് ഇടണം. അതൊക്കെ നമ്മുടെ പരിപാടി. ഓക്കെ, ഇന്ന് മൂവിങ്. ചിലപ്പോൾ ഞാൻ അമ്മേൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ പോയി ഇരുന്നതിൻ്റെ അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ പിന്നെ തിരിച്ചിങ്ങടിക്ക് വരുന്നതും ചിലപ്പോൾ അതൊക്കെ ഇടും. എടുത്തേം കിട്ടണം സമയം. പിന്നെ ന്യൂ ഇയർ പരിപാടി ഞങ്ങൾ നടത്തുന്നുണ്ട് ഈ വീട്ടിലൊരു വഴി വെച്ച്. മീൻസ് എൻ്റെ വീട്ടിൽ തന്നെ. അപ്പോൾ എല്ലാവരും കൂടി കാശൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കേക്കും അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് പിന്നെയും ഞാൻ വരുന്നുണ്ട്. എല്ലാവരും മറക്കാതെ തന്നെ ഈ ന്യൂ ഇയറിൻ്റെയും വീഡിയോ ഇതൊക്കെ കാണുക. ഓക്കെ, ഞാൻ ഒന്നും അറിയില്ല. അതുപോലെ നോക്കി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് മുടിയൊക്കെ കഴിഞ്ഞു. ഇനി ഒന്ന് പോയി വാച്ചട്ടിട്ടുണ്ട്. നിങ്ങളും ഭയങ്കര കൂടാതെ നല്ലത്. ഞാൻ എടുത്തിട്ട് പോയി ക്യാമറ. അപ്പോൾ ഇനി പോയി വാച്ചട്ടിട്ട് വരാം ഗൈസ്. അപ്പോൾ ചാർജർ, ബ്രഷ് അതൊക്കെ ഞാൻ എൻ്റെ ബാഗിൽ തന്നെ ആക്കി. ഇപ്പോൾ കാണിച്ചു പറഞ്ഞാൽ ആകും. ക്യാമറ 5 മണിയായി. കോളിംഗ് ബെല്ലല്ല, നമ്മൾ ക്ലോക്ക് അങ്ങനത്തെ ഒരു പ്രത്യേകതയാണ്. മീൻസ് അത് വീഡിയോ ഓപ്പണിങ് തന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ വാച്ച്. ഓക്കെ, ഇനി വാച്ച് ഇട്ടിട്ട് ഇനി കുറച്ച് ഫോട്ടോഷൂട്ട്. അത് നമ്മുടെ വികാരമാണ് ഫോട്ടോഷൂട്ട്. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഔട്ട്ഫിറ്റിൻ്റെ കമൻറ്റ് ബിലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻ്റ് ഒക്കെ ചെയ്യുക. ഓക്കെ, വാച്ചൊക്കെ കെട്ടി ഇതും കൂടെ കെട്ടണം. ഓക്കെ, ഇനി ഞാൻ ബാഗൊക്കെ എടുത്ത് ഇനി പോകുമ്പോൾ ഞാൻ അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പം തന്നെ നോക്കിയപ്പോൾ എന്തായാലും നിറയെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പാർട്ട് 2 ആയിട്ട് വരാമെന്ന്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഞാൻ വീഡിയോ അവസാനിക്കുന്നത്. പാർട്ട് 2 ആയിട്ട് ഞാൻ ഇപ്പോൾ എടുക്കും. എന്തായാലും വീഡിയോ എടുത്തിട്ട് ഞാൻ പാർട്ട് 2 ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും കാണുക എല്ലാവരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ അടിക്കുക. എല്ലാവരും ഷെയർ ചെയ്ത് വെക്കുക, കമൻറ്റ് ചെയ്യുക കേട്ടോ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പാർട്ട് 2 ഞാൻ വളരെ തടയാം. ബൈ.